വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ജോബ് 40:15. നിന്നെ സൃഷ്ടിച്ചതുപോലെ നീർക്കുതിരയെ ഞാൻ സൃഷ്ടിച്ചു. മഹത്വമുള്ള, ശക്തിയുള്ള, ഉശിരുള്ള ജീവിയാണ് നീർക്കുതിര. നീർക്കുതിര പ്രാഭവമുള്ള, മഹത്വമുള്ള ഒരു ഉന്നത ജീവിയാണെന്ന് കരുതാം. നിന്നെ സൃഷ്ടിച്ചതുപോലെ ഞാൻ നീർക്കുതിരയെ സൃഷ്ടിച്ചു. എന്നാൽ നീർക്കുതിരയ്ക്ക് ഒരു വലിയ മഹത്വമുണ്ട്. അത് കാള പുല്ല് തിന്നുന്നത് പോലെ പുല്ല് തിന്നും. താഴാനും താഴോട്ടിറങ്ങാനും അതിന് മടിയില്ല. നീർക്കുതിരയാണെന്നോർത്ത് ചമഞ്ഞും അത് മേലാപ്പിൽ ഇരിക്കില്ല. നിന്നെ സൃഷ്ടിച്ചതുപോലെ ഞാൻ നീർക്കുതിരയെ സൃഷ്ടിച്ചതാണ്. പക്ഷെ നീർക്കുതിരയ്ക്ക് പുല്ല് തിന്നാൻ മടിയില്ല, താഴോട്ടിറങ്ങാൻ മടിയില്ല, താഴേക്ക് ഇറങ്ങി വരാൻ ഒരു ഭാരവുമില്ല. കാള പുല്ല് തിന്നുന്നത് പോലെ അത് പുല്ല് തിന്നുന്നു. നിസാരമെന്ന് തോന്നാവുന്ന ഈ വചനത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നീ ഒരു നീർക്കുതിരയാണ്, മഹത്വമുള്ളയാളാണ്. പക്ഷേ വേണ്ടി വന്നാൽ കാള പുല്ല് തിന്നുന്നത് പോലെ പുല്ല് തിന്നാൻ നിനക്ക് സാധിക്കണം. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് മലയാള വാക്യം. എന്നാൽ ഗതികെട്ടിട്ടല്ല, വഴി അടഞ്ഞത് കൊണ്ടല്ല, നിവർത്തികേട് കൊണ്ടല്ല, ദൈവമഹത്വത്തെ പ്രതി പുല്ല് തിന്നേണ്ടി വന്നാൽ, താഴേക്ക് ഇറങ്ങേണ്ടി വന്നാൽ, താഴേക്ക് ഇറങ്ങാനുള്ള ഒരു അഭിവാഞ്ച, കൊതി കർത്താവ് നിനക്ക് വെച്ചു തരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.